പഠിക്കാൻ പറയുന്നു. വല്ലാത്തൊരു തൊല്ലയാണ് എന്ന പരാതിയുമായി ഒരു 11 വയസ്സുകാരൻ വിജയവാഡയിലെ പോലീസ് സ്റ്റേഷനിലെത്തിയത് പോലീസുകാരെ ഒന്ന് അമ്പരപ്പിച്ചു. മോഷണം, തർക്കം, ഗതാഗത കുരുക്ക് തുടങ്ങിയവ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന പോലീസിന് ഇത്തരമൊരു പരാതി ആദ്യമായാണ് ലഭിക്കുന്നത്. പരാതി പരിഹരിക്കാൻ പോലീസിന് അല്പം വിയർക്കേണ്ടി വന്നെങ്കിലും സംഭവം രസകരമായ ഒരു അനുഭവമായി മാറി. സ്റ്റേഷൻ ഇൻചാർജിനെ നേരിട്ട് കണ്ട കുട്ടി തന്റെ അമ്മ തന്നെ നിരന്തരം പഠിക്കാൻ നിർബന്ധിച്ച് സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് പരാതിപ്പെട്ടു. കുട്ടിയുടെ ഗൗരവത്തോടെയുള്ള പരാതി കേട്ട പോലീസുകാർക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവർ വിഷയത്തെ ഗൗരവത്തോടെ തന്നെ സമീപിച്ചു. പിന്നാലെ കുട്ടിയുടെ അമ്മയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഒറ്റയ്ക്ക് കുടുംബം പോറ്റുന്ന ഒരു സിംഗിൾ പാരന്റ് ആണെന്നും ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം 2 ആൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തുകയാണെന്നും അമ്മ വിശദീകരിച്ചു. ഒരു കടയിൽ ജോലി ചെയ്താണ് ഞാൻ കുടുംബം നോക്കുന്നത്. മൂത്ത മകനും കടയിൽ ജോലി ചെയ്യുന്നു. ഇളയവനെങ്കിലും നല്ല വിദ്യാഭ്യാസം നേടണമെന്നാണ് എന്റെ ആഗ്രഹം. അവന്റെ പഠനത്തിനായി ഒരു മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിരുന്നു. പക്ഷെ അവനത് പഠനത്തിന് പകരം വിനോദത്തിനായാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ട ഞാൻ ശകാരിച്ചപ്പോൾ അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, അമ്മ പോലീസിനോട് പറഞ്ഞു. 2 ഭാഗവും കേട്ട ASP ദുർഗാറാവു കുട്ടിയോട് സംസാരിച്ചു. അമ്മയുടെ കഷ്ടപ്പാടുകളും അവന്റെ ഭാവി മെച്ചപ്പെടുത്താനുള്ള അമ്മയുടെ ആഗ്രഹവും വിശദീകരിച്ചു. നിന്റെ അമ്മ നിനക്ക് നല്ല ജീവിതം ലഭിക്കാനാണ് പഠിക്കാൻ പറയുന്നത്. നന്നായി പഠിച്ചാൽ മാത്രമേ മെച്ചപ്പെട്ട ഭാവി കൈവരിക്കാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. കുട്ടിയോട് പോലീസ് പറഞ്ഞു മനസ്സിലാക്കി. കാര്യങ്ങൾ മനസ്സിലായ കുട്ടി നന്നായി പഠിക്കുമെന്ന് ഉറപ്പു നൽകി. അമ്മയോട് മാപ്പ് പറഞ്ഞാണ് അവൻ പോലീസ് സ്റ്റേഷൻ വിട്ടത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നടന്ന ഈ രസകരമായ സംഭവത്തിൽ പോലീസിന്റെ സമയോചിതമായ ഇടപെടലിനെ എല്ലാവരും പ്രശംസിച്ചു. ഇത് വളരെ രസകരമായ വാർത്തയാണെങ്കിലും ഓരോ ദിവസവും കഴിയുന്തോറും കുട്ടികൾക്ക് ഫോണുമായുള്ള ബന്ധം കൂടിക്കൂടി വരികയാണ്. ഇത് മനസ്സിലാക്കി കുട്ടികളെ പറഞ്ഞു തിരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്.